അവർക്ക് എന്തെങ്കിലും കാപ്പെടുത്ത ക്ലാപ്പ്. പിന്നെ സ്റ്റോപ്പ് എന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ബലപ്പെടുത്തുക. അടുത്ത സുഹൃത്തുക്കളാ, ഒന്നിച്ചാ വന്നത് ബന്ധുക്കളാ. പക്ഷെ ഒരു അവസരം വന്നപ്പോൾ തുറന്നു കൊടുക്കുന്ന പ്രശ്നമില്ല. എന്താ കാരണം, എന്റെ കൈ പൊട്ടിയാലും കുഴപ്പമില്ല, മറ്റാൾ ജയിക്കാൻ പാടില്ല എന്നാണ്. ഈ തുറന്നു കൊടുക്കുന്നതാണ് തോറ്റുപോകും. പിന്നെ തുറന്നു കൊടുക്കരുത്, അങ്ങനെ മറ്റാൾ ജയിക്കണ്ട. ആരൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം രണ്ടാൾക്കാരും തോറ്റുപോവുകയാണ്, കുടുംബം പരാജയപ്പെടുകയാണ്. വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ തയ്യാറാവുക. ഒരു വിൻ-വിൻ അപ്രോച്ചാണ് വേണ്ടത്. യെസ്, കോംപ്രമൈസിന്റെ ഒരു ഭാഷ നമുക്ക് ഉണ്ടാവുക. നല്ല കുടുംബം ഉണ്ടാണോ, കോംപ്രമൈസ് ചെയ്യാൻ, വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ തയ്യാറാവുക, പരസ്പരം വിശ്വസിക്കാൻ തയ്യാറാവുക. കുടുംബത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അപ്പുറത്തെ ആളെ പാർട്ണറെ സംശയത്തോടുകൂടെ കാണാതിരിക്കുക. ഞാൻ ഒന്ന് രണ്ട് പ്രസ്താവനകൾ പറയാം. ആ പ്രസ്താവനയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്ന യെസ് ഓർ നോ എന്ന് മാത്രം നിങ്ങൾ കൈവയ്ക്കാൻ മതി. യെസ് ആണെങ്കിൽ കൈവയ്ക്കാൻ മതി. ഞാൻ പറഞ്ഞ പ്രസ്താവന യോജിക്കുന്നെങ്കിൽ കൈവക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ മനസ്സിലാണ്ടാൽ മതി. അധികം ആളുകളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല. അതിനെ ഈ പ്രസ്താവനയോട് അനുകൂലിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കൈവയ്ക്കേ. അധികം ആളുകളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല. യെസ് പറഞ്ഞ ആൾക്കാർ കൈവക്കാം. ഓക്കെ, താങ്ക് യു. അധികം ആളുകൾക്കും വിവാഹേതര ബന്ധമുണ്ട്. അതിനെ അനുകൂലിക്കുന്നവരെ കൈവയ്ക്കേ. അധികം ആളുകൾക്ക് വിവാഹേതര ബന്ധമുണ്ട്. കിട്ടുന്നില്ല എന്റെ കൂടെയുള്ള ആൾക്കാർ. രണ്ടാമത്തത്. മൂന്നാമത്തത്, ഞാൻ വിശ്വസ്തയാണ്, എന്നെ വിശ്വസിക്കാം. അതിനെ അനുഭവിക്കുന്നവർ, ഞാൻ എന്നെയല്ല, നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് ഞാൻ വിശ്വസ്തയാണ്, അതിനെ അനുഭവിക്കുന്ന കൈവയ്ക്കേ. സ്വന്തത്തിന് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്ക് അത്തരത്തിലെ ബന്ധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ കൈവയ്ക്ക് കൈവയ്ക്കേ പറ്റുള്ളൂല്ലേ. ഓക്കെ, ഇതിന്റെ അർത്ഥത ആദ്യത്തിൽ പറയുന്നത് അധികം ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല. യെസ്, എന്റെ കാര്യം വന്നപ്പോൾ ഞാൻ വിശ്വസ്തയാണ്. എന്റെ അർത്ഥം അപ്പുറത്താളെ വിശ്വാസമില്ല, ഞാൻ ഭയങ്കര വിശ്വസനാണ്. ഈ അപ്പുറത്താളാരാ? നമ്മളൊക്കെ ചേർന്ന ആൾക്കാരല്ലേ. നമുക്ക് നമ്മളെ കുറിച്ച് വിശ്വാസമുണ്ട്, പക്ഷേ തൊട്ടപ്പുറത്താളെ വിശ്വാസമില്ല. നിങ്ങൾ കുടുംബം ഉണ്ടാവണം, നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരാളെ കുറിച്ച് വെറുതെ ചുണ്ടു നോക്കാതിരിക്കുക. എന്തിനാ അയാൾ അപ്പുറത്തേക്ക് ഫോൺ ചെയ്ത്, എന്തിനാ ഞാൻ വന്ന് മാറ്റി വെച്ച്, എന്തിനാ എന്റെ അടുത്ത് ഒരു പതുക്കെ പറയുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങളോടെ കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പുറത്താളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്കിലേ സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാവുള്ളൂ. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അതുപോലെ തന്നെ വിശ്വസ്തരാണ് അവരൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുക. അത്തരം ചൂടുനോട്ടങ്ങൾക്ക് സംശയത്തിന്റെ തിരികെ വരുമ്പോഴാണ് പലപ്പോഴും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാവുന്നത്. അത് മക്കളിലേക്കും പകരുന്നു. അതൊരു കുടുംബ പ്രശ്നമായിട്ട് മാറുന്നു. അത് കുട്ടികളുടെ പഠനത്തെയൊക്കെ അത് സ്വാധീനിക്കും. സന്തോഷകരമായ കുടുംബം ഉണ്ടാവണമെങ്കിൽ പരസ്പരം വിശ്വസിക്കുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പിന്നെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാവും. ബന്ധങ്ങളിലും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മളൊക്കെ മനുഷ്യന്മാരായിരുന്നു. നമ്മൾ വിചാരിക്കും പോലെ തന്നെ അപ്പുറത്താളെ എപ്പോഴും പെരുമാറിക്കൊള്ളണം എന്നില്ല. ഉണ്ടോ? നമ്മൾ വിചാരിക്കുമ്പോൾ പെരുമാറില്ല. അവർ വിചാരിക്കുമ്പോൾ നമുക്ക് പെരുമാറാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ പെരുമാറുക മാത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മളൊരു പറഞ്ഞ കാര്യത്തെ വേറൊരാളെ ഏറ്റെടുക്കുക. അവർ ഉദ്ദേശിച്ചില്ല, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ ശരി, ഞാൻ പറഞ്ഞ ഇയാളെന്താ മനസ്സിലാവാത്തതാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബന്ധം ഒന്നിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ടാണ് ഉത്തരം. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ പരിഹരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. കിൻസുക്കി ആർട്സ് എന്ന് പറയുന്ന ഒരു കലയുണ്ട്, ജപ്പാൻ കലയാണ്. ഒരു ജപ്പാൻ 10-20 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്, ചരിത്ര സംഭവമാണ്. അവിടെ ഇഷിയാക്കോ ഒരു ചക്രവർത്തിക്ക് ഒരാൾ മനോഹരമായ ഒരു പളുങ്ക് പാത്രം സമ്മാനിച്ചു. അതിമനോഹരമായ ഒരു പളുങ്ക് പാത്രം. അതുകൊണ്ട് തന്നെ ലോകത്ത് വേറാൾക്ക് കിട്ടാത്ത അത്രയും മനോഹരമായ ഒരു പളുങ്ക് പാത്രം. അതുകൊണ്ട് രാജാവ് എല്ലാ ആൾക്കാരും കാണുന്നിടത്ത് അത് വെച്ചു. മാത്രമല്ല അത്തരത്തിൽ വിശിഷ്ടാതിഥികളൊക്കെ വരുന്ന സമയത്ത് ഈ പളുങ്ക് പാത്രത്തെ അവരൊക്കെ കാണിക്കും. അത്രയും മനോഹരമാണ്. അങ്ങനെ അഭിമാനത്തോടുകൂടെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം അറിയാതെ അയാളുടെ കയ്യിൽ നിന്നത് താഴെ വീണ് പൊട്ടിപ്പോയി കഷ്ടങ്ങളായി. എനിക്ക് ഭയങ്കര സങ്കടമായി. അതുപോലെ ഒരു പളുങ്ക് പാത്രം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് അന്വേഷിച്ച് കിട്ടിയില്ല. പിന്നെ അവസാനത്തെ വഴി എന്താ? ഈ പൊട്ടിപ്പോയ കഷ്ണങ്ങൾ ചേർത്തിട്ട് എന്ത് ചെയ്യണം? ആ പഴയപോലെ ആക്കണം. പക്ഷെ അതിനു വേണ്ടി ശ്രമം നടത്തി പല ആൾക്കാരും വന്നിട്ട് അത് പൊട്ടിച്ച് പഴയപോലെ ആക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ വിടവുകളൊക്കെ വികൃതമായിട്ട് ആകെ പ്രശ്നമായി, വിരൂപമായി തോന്നി. പക്ഷെ വീണ്ടും ഒന്ന് വിടർത്തി. പല ആൾക്കാരും വന്നിട്ട് അത് യോജിപ്പിക്കാൻ നോക്കി. പക്ഷെ പഴയ ഭംഗിയിലേക്ക് വന്നില്ല. അവസാനം ഒരാൾ വന്നിട്ട് യോജിപ്പിച്ചു. ആ യോജിപ്പിച്ചപ്പോൾ ഇടയിൽ ചെറിയ വിടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിടവുകളിലൊക്കെ ആൾ മനോഹരമായ സ്വർണ്ണ നൂലുകൾ കൊണ്ട് മനോഹരമായ ചിത്രപ്പണികൾ ചെയ്തു.
എവിടേക്കാണ് വിടവുള്ളത്, എവിടേക്കാണ് ഒട്ടിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് മനോഹരമായ ചിത്രപ്പണികൾ ചെയ്തു. അങ്ങനെ ചിത്രപ്പണികൾ ചെയ്തിട്ട് യോജിപ്പിച്ചപ്പോ ആദ്യത്തേക്കാൾ മനോഹരമായിട്ടൊരു പളുങ്ക് പാത്രമായിട്ട് അവിടെ മാറി. പൊട്ടിയ ചേർത്ത് വെച്ച കഷ്ണങ്ങളല്ല, സ്വർണ്ണ നൂലുകൾ കൊണ്ട് മനോഹരമായിട്ട് അലങ്കരിച്ച മനോഹരമായ ഒരു പാത്രം. ഇതൊരു പാടുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ അറിയാതെ വീട് പൊട്ടിപ്പോകുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നാച്ചുറൽ. പക്ഷെ അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് യോജിപ്പിക്കണം. എങ്ങനെ? സ്വർണ്ണ നൂലുകൾ കൊണ്ട് ചിത്രപ്പണികൾ ചെയ്തിട്ട്. നമ്മുടെ ബന്ധങ്ങളിലെ സ്വർണ്ണ നൂലുകൾ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ, പൊരുത്തപ്പെടലിന്റെ, മാപ്പാകലിന്റെ, ചേർത്ത് പിടിക്കലിന്റെ, വിട്ടുവീഴ്ചയുടെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ട് അതിനെ ചേർത്ത് പിടിക്കണം. ബന്ധങ്ങൾ ശിഥിലമുണ്ടാകുമ്പോൾ മാപ്പാകുക. ആരാ മാപ്പ് നൽകുന്നത്? ഞാൻ. അപ്പുറത്തെ ആളല്ല. അപ്പുറത്തെ ആൾ മാപ്പ് നൽകില്ലോ എന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാപ്പാകുന്ന, സ്നേഹമാകുന്ന അത്തരത്തിൽ